ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത ഒരു മത്തിക്കറിയാണ് കേട്ടോ. മത്തി അഥവാ ചാള. ഇത് നമ്മൾ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ മത്തിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നെത്തിളില്ലേ, അതും വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. മാന്തൾ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വേറെ മീനുകളും ഇത് വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു മത്തി അഥവാ ചാള വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 4 പച്ചമുളകും 10 അല്ലി ചെറിയുള്ളിയും 10 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും ഒരു 10 കുരുമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെറിയുള്ളി വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാതും നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഇടിമുട്ടിയിലിട്ടിട്ടാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഈ ഒരു എണ്ണയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ആ ഒരു പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടിയിട്ടുണ്ടല്ലോ, അത് മൊത്തത്തിൽ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് കരിയാതെ നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തക്കാളി ഇനി കൂടുതലായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊഴിച്ച് കൊടുക്കുന്ന പുളിൻ്റെ അളവ് കുറച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 2 തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ പച്ചമുളകും കൂടെ ചതച്ച് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയാണ് മുളക് പൊടി വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കുരുമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് എരിവ് നോക്കിയിട്ട് പാകത്തിന് ചേർക്കുക. അപ്പോൾ അതാ നമ്മൾ മുളക് പൊടി ചേർത്തിട്ട് ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2-ാം പാലും 3-ാം പാലും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ തിളച്ചൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് അടച്ചു വെക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി വരട്ടെ. ഇപ്പോൾ ഇതാ കറി നല്ല പോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുടംപുളി വേണമെങ്കിൽ കുടംപുളി ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ ആവശ്യമായിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് പുളിപ്പ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഉപ്പും പുളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 4 തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചേർത്ത പുളിവെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ആ പുളിയൊക്കെ നന്നായിട്ട് തന്നെ ആ കറിയിൽ പിടിച്ച് നല്ല പോലെ തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇതാ പുളി ചേർത്തിട്ട് കറി നല്ല പോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിലിപ്പോൾ മത്തി ഇല്ലെങ്കിൽ വേറെ മീനാണെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മീൻ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ കറി നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ തിളച്ചു കൊണ്ടിരിക്കുന്ന കറിയിലേക്ക് 1-ാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. മുകളിലായിട്ട് 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെക്കുമ്പോൾ വാഴയിലയും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. ആ വാഴയില വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് കറി തുറന്ന് നോക്കിയാണ്ടല്ലോ ഒരു നല്ല മണമാണ് ആ കറി കഴിക്കാനും പ്രത്യേക തരം ടേസ്റ്റും കൂടെയാണ്. അപ്പം നമുക്കിനി വാഴയില കട്ട് ചെയ്ത് വന്ന് അതും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് വാഴയിലയൊക്കെ കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂട് തട്ടുമ്പോൾ വാഴയില ഒന്ന് വാടിക്കോളും. ഞാനിപ്പോൾ ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. കറി ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഒരു വാഴയിലയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.